ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും തിരുവോണാശംസകൾ. ഇന്ന് നമ്മൾ തിരുവോണത്തിൻ്റെ ഒരു വ്ളോഗായിട്ടാണോ വന്നേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന് പൂ പറിക്കാൻ പോവാണ് കേട്ടോ. തിരുവോണത്തിൻ്റെ അന്ന് ഇടാനുള്ള അത്തപ്പൂക്കളത്തിലേക്കുള്ള പൂ പറിക്കാൻ വേണ്ടി പോകുകയാണ്. നമുക്ക് ആദ്യം തന്നെ ചീരയാണ് കേട്ടോ കിട്ടിയത്. ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് നമുക്ക് അത്തത്തിലൊക്കെ ഇടാൻ നല്ല ഭംഗിയാണ്. അപ്പം സൈക്കിളിലൊക്കെ പോയാണ് പറക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് തിരുവോണത്തിൻ്റെ അന്നത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നല്ല രസമായിരിക്കും, എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഓക്കെ, നമ്മളിതേ ചീരയും പിന്നെ കുറച്ച് വെള്ളപ്പൂവും പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് കുറച്ച് വാങ്ങിക്കാം. പിന്നെ ഇടയ്ക്കൊരു സെൽഫി. കുറച്ച് വെള്ളപ്പൂ പറിക്കുകയാണ്. വെള്ളം നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ഇടണം, കുറേ വേണം. പിന്നെ ഓറഞ്ചൊക്കെ പറിക്കുന്നുണ്ട്, ബാക്കി നമുക്ക് വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ കിട്ടുന്ന അത്രയൊക്കെ പറിച്ച് കൊട്ടയ്ക്കകത്തിട്ട് നമുക്ക് വേഗം അടുത്ത സ്ഥലത്ത് പോയി എന്തെങ്കിലും കിട്ടുമോ നോക്കാം. നമുക്ക് നിറയെ കൃഷ്ണകിരീടം കിട്ടി കേട്ടോ ഗൈസ്. ഈ കാണുന്നത് ഉത്രാടത്തിന് അന്നത്തെ പൂക്കളമാണ്. നമുക്ക് ഉത്രാട സന്ധ്യ കത്തിക്കണ്ടേ. അപ്പോൾ രാത്രിയായപ്പോൾ ഒരു 7:30 ആവാൻ നേരത്ത് ഞാൻ ഇതൊക്കെ കത്തിച്ച് കഴിഞ്ഞു. ഒരു 6 മൺചിരാത് മധുരിൻ്റെ പുറത്തൊക്കെ കത്തിച്ച് വെച്ചു കേട്ടോ. വിളക്ക് കത്തിച്ചിട്ട് നമ്മളിപ്പോൾ ബാക്കിയുള്ള വിളകൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മധുരിൻ്റെ പുറത്തും പിന്നെ കുറച്ച് തിണ്ണയിട്ട് മാത്രമേ വയ്ക്കുന്നുള്ളേ. ഭംഗിയല്ലേ കാണാൻ, അതിനായിട്ട്. ആ സമയത്ത് ഇതേ ആ ഒരു ഓട്ടോ വന്നുണ്ടോ, അതിൻ്റെ അപ്പു അമ്മുവും വന്നതാണ്, അപ്പൂപ്പനും അമ്മൂമ്മയും. അപ്പം അവർ വന്നത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ആ സമയത്ത് അവർ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അതൊക്കെ കയറിപ്പോയി. മതിയായി, 6 കത്തിച്ച് നിർത്തി. അവർ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വേഗം അതൊക്കെ അവിടെ ഇട്ടിട്ട് ഓടി വീട്ടിനകത്തോട്ട് പോന്നു. അവർ ഓട്ടയിൽ വന്നതേ ഉള്ളായിരുന്നു. ഞങ്ങൾ ഇപ്രാവശ്യത്തെ ഓണം എല്ലാവരെയും വിളിച്ച് ഇവിടെയാണ് ആഘോഷിക്കാൻ പോകുന്നത്. സാധാരണ ഞങ്ങൾ എല്ലാവരുടെയും വീട്ടിലൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കില്ല. ഇപ്രാവശ്യം എല്ലാം ഇവിടെയാണ് ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇന്ന് പൂ കിള്ളുകയാണ് കേട്ടോ. ഒരുമിച്ചിരുന്ന് നല്ല സന്തോഷത്തോടെ എല്ലാവരും കിള്ളുവാണ്. ഇതെല്ലാം നമുക്ക് അത്ത് ഇടാനുള്ള പൂവാണ് കേട്ടോ. ഇന്നലെ രാത്രി ഈ സാധനം വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, വാങ്ങിച്ചു. ഇഷ്ടം. ഉത്രാടത്തിലെ പൂവ് വാരി കളഞ്ഞു. ഇനി നമുക്ക് ഇന്ന് തിരുവോണത്തിലെ അത്തമിടണം തുടങ്ങണം. അപ്പം എല്ലാവരും കൂടെ ഇന്നലെ കുറേ പൂവൊക്കെ പിച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉത്രാടത്തിലെ പൂവ് വാരി കളഞ്ഞു. ഇനി തിരുവോണം അത്തം ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയാണോ ഇവിടെയാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. പൂവൊക്കെ എല്ലാം പൂവാണ്. ഇത് റോസാപ്പൂ ഉണ്ടോ. ഇതെല്ലാം നമുക്ക് അത്ത് ഇടാനുള്ള പൂവാണ് കേട്ടോ. ഇന്നലെ രാത്രി ഈ സാധനം വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, വാങ്ങിച്ചു. ഞാൻ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഒരു ഡിസൈൻ വരച്ച് പിന്നെ കളർ കോമ്പിനേഷൻ പറഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് ഇരുന്നിടുവാണ്.
സന്ധ്യയൊക്കെ ആയപ്പോൾ നമ്മൾ വിളക്ക് കത്തിച്ചു കേട്ടോ. തിരുവോണമൊക്കെ ആയിട്ട് വിളക്ക് കത്തിക്കണ്ട, അപ്പോൾ നമ്മൾ വിളക്ക് കത്തിച്ചു. അപ്പം രാത്രി ഏകദേശം ഒരു 7:30 ആയപ്പോൾ ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി പോവാൻ കേട്ടോ, തിരുവാതിര കാണാൻ വേണ്ടി. നല്ല രസമോ അതേ കണ്ടോ, പിള്ളേർ തിരുവാതിരയും കൈകൊട്ടിക്കളിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇനി എല്ലാം കൂടി ഡാൻസ് കളിക്കുവാണ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അത് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ഗൈസ്, അവർ ഫാമിലി ഫോട്ടോ. എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു ഫോർ വാച്ചിങ്.